ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പർ 1, നെവർ വിഡ്രോ മണി യൂസിങ് ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ATM-ൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാറുണ്ടോ? എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കുക. അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന്റെ 2.5 മുതൽ 3.5% വരെ ക്യാഷ് അഡ്വാൻസ് ഫീ ആയി കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ 300 രൂപയ്ക്കും 500 രൂപയ്ക്കും ഇടയിലുള്ള ഒരു ഫിക്സ്ഡ് എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടതായി വരും. രണ്ടാമതായി, നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് മുതൽ ഡെയിലി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. പൊതുവെ ഈ ഇൻട്രസ്റ്റ് ഒരു വർഷം 36% മുതൽ 48% വരെയാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് പീരീഡ് കിട്ടാറില്ലേ? എന്നാൽ പണം വിഡ്രോ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന് യാതൊരു ഗ്രേസ് പീരീഡും ഉണ്ടാകില്ല. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് മുതൽ ഇൻട്രസ്റ്റ് അക്രൂ ചെയ്യാൻ തുടങ്ങുകയും ഫുൾ എമൗണ്ടും തിരിച്ചടയ്ക്കുന്നത് വരെ ഇത് തുടരുന്നതുമായിരിക്കും. അതുകൊണ്ട് പണത്തിന് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ കഴിയുന്നതും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം വിഡ്രോ ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങളുടെ സേവിങ്സിൽ നിന്ന് എടുക്കുകയോ ഫ്രണ്ട്സിൽ നിന്നോ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ തൽക്കാലത്തേക്ക് കടം വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. നമ്പർ 2, പേ ദ ഫുൾ ബിൽ എമൗണ്ട്, നോട്ട് ജസ്റ്റ് മിനിമം ഡ്യൂ. ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ മിനിമം ഡ്യൂ അടച്ച് ക്യാഷ് ലഭിക്കാൻ നോക്കാറുണ്ടോ? എന്നാൽ ഇത് നിങ്ങളുടെ കടം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നപ്പം നിങ്ങൾ മിനിമം ഡ്യൂ അടച്ചെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള ബാക്കി തുകയ്ക്ക് ബാങ്കുകൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതാണ്. ചില ക്രെഡിറ്റ് കാർഡുകൾക്ക് ഈ ഇൻട്രസ്റ്റ് വർഷം 40% കൂടുതലാണ്. ഇനി നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും പുതിയ ട്രാൻസാക്ഷൻ ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള ഫുൾ എമൗണ്ട് അടയ്ക്കുന്നത് വരെ ആ പുതിയ ട്രാൻസാക്ഷനും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും മുഴുവൻ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടും അടച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇനി തീരെ നിവൃത്തിയില്ലെങ്കിൽ മിനിമം ഡ്യൂവിനേക്കാൾ കൂടുതൽ തുക അടയ്ക്കണം. കാരണം 1000-ഓ 2000-ഓ അധികം അടച്ചാൽ പോലും അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കും. നമ്പർ 3, നെവർ ഓവർ യൂട്ടിലൈസ് ദ ക്രെഡിറ്റ് ലിമിറ്റ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന്റെ മാക്സിമം ഉപയോഗിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ടി വരും. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും പിന്നീട് ഇൻട്രസ്റ്റ് ചാർജുകളും ഫീസും കൊടുക്കേണ്ടി വരും. ഇനി ഈ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിന്റെ 30% കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് 50,000 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു കാരണവശാലും 15,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെലവാക്കരുത്. അതിന് ഷോപ്പിംഗ് ആയാലും മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായാലും. അവസാനമായി ഒരു കാര്യം കൂടി, ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞത് കാരണം നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ എപ്പോഴെങ്കിലും റിജക്ട് ആയിട്ടുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ.